ഉണ്ടല്ലോ ഇതിൻ്റെ മുത്തശ്ശനാണ്. മുത്തശ്ശൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ ഇന്ന്. 70ാമത്തെ പിറന്നാളായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാനും അനിയത്തിയും കൂടിയിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് പ്രസാദമൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഓരോരോ വിഭവങ്ങളായിട്ട് അടുപ്പത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിരുന്നു. ഞാനാണ് കേട്ടോ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സേമിയ പായസമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. 12:30 ആകുമ്പോഴേക്കും ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടിയിട്ട് ഇലയിൽ വട്ടണിരുന്നിട്ട് കഴിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഇഞ്ചിത്തൈരാണ് കേട്ടോ ഈ വിളമ്പിയത്. ഇവിടെ ഇഞ്ചിത്തൈര് വിളമ്പുക പിന്നെ ഒരുപാട് കറി വേണ്ട എന്നാണ് കേട്ടോ വിശ്വാസം. ചെറിയ രീതിക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മുത്തശ്ശിന് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു 3:30 ആയപ്പോഴേക്കും നന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നന്ദു കുറേ ദിവസമായില്ലേ അവിടെ നിന്ന് പോന്നിട്ട്. അപ്പോൾ നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ആ ചെറിയൊരു കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് മുത്തശ്ശനും അമ്മമ്മയും കൂടിയിട്ടാണ് കേട്ടോ എല്ലാവർക്കും മുറിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. മുത്തശ്ശൻ ഇരുന്നിട്ടാണ് മുറിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നല്ലൊരു രസമായിരുന്നു കേട്ടോ. അവർ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.